UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്നതാണ് പ്രിയദർശിനി പദ്ധതി. ഇന്ന് അത് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. വളരെ വിജയത്തോടെയാണ് ഈ പദ്ധതി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 1 മാസം നല്ല രീതിയിൽ തന്നെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇത് അധികം നാൾ പോകില്ല, ഇത് ഫ്ലോപ്പ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലാണ് ഈ 1 മാസം പോയിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയെ പറ്റി ഇത്രയും വിജയകരമാവാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? പ്രധാനമായും ഈ സ്ത്രീകളുടെ പങ്കാളിത്തം തന്നെയാണ് പ്രിയദർശിനി പദ്ധതി ഏറ്റവും കൂടുതൽ വിജയത്തിലാവാൻ കാരണം. തുടക്കത്തിൽ 5 ലക്ഷത്തോളം ഉണ്ടായിരുന്നത് ഇപ്പോൾ 7 ലക്ഷമായി, ഇപ്പോൾ 9 ലക്ഷത്തിലേക്ക് കുതിക്കുന്നു. അത് ഉടനെ 10 ലക്ഷം കവിയുന്നേക്കാം. ഇങ്ങനെയുള്ള ഒരു ജനപങ്കാളിത്തം അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഓരോ പദ്ധതികൾക്കും പിന്തുണ വളരെ കൂടുമെന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് പ്രിയദർശിനി പദ്ധതിയുടെ ഈ ഏറ്റവും വലിയ വിജയം. ഇപ്പം നമ്മൾ CP ജോൺ പറഞ്ഞിരുന്നു ഇത് നല്ല വിജയമാണ്. ഒരുപാട് സ്ത്രീകൾ അധികം വരാൻ, അതായത് 1 മാസം മുമ്പ് സ്ത്രീജനങ്ങളുടെ യാത്ര ഒരുപാട് കൂടിയിരിക്കുകയാണ് ഇപ്പം അതിൽ ഒരുപാട് കാശും കൂടുതലുണ്ട്, അതായത് കോടികൾ കൂടി വരികയാണ്. അപ്പോൾ അതായത് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ഇനി ഇപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവരുമോ? ഇല്ല, ഏറെക്കുറെ ഇനി അവർക്ക് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രിയദർശിനി പദ്ധതിയോട് മുടക്കം പറയാൻ വേറൊരു റീസൺ കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തുടക്കത്തിൽ 2.50 കോടിയായിരുന്നു തുടക്കത്തിൽ KSRTCക്ക് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ 2.84, ഇപ്പോൾ 3 കോടിയോട് അടുപ്പിച്ചാണ് ഇപ്പോൾ സർക്കാർ KSRTCക്ക് കൊടുക്കുന്നത്. ഡിമാൻഡ് വർദ്ധിക്കുന്നതോളം ഇതിൻ്റെ ഒരു ജനസമ്മതി കൂടുമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഈ ഒരു ഫണ്ടിങ്ങിൻ്റെ ഇൻക്രീസ് ആവട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീകളുടെ അല്ലെങ്കിൽ ആ സ്ത്രീ പാസഞ്ചർമാരുടെ ആ ഒരു വർധനമാകട്ടെ, ഇതെല്ലാം ഈ ഒരു പദ്ധതി വിജയകരമാണ് അല്ലെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾക്കറിയാം കേരളത്തിൽ ഇപ്പോൾ വന്നതിന് മുമ്പ് തമിഴ്നാടും ആന്ധ്രാപ്രദേശ് പോലുള്ള കുറേ സ്ഥലങ്ങൾ, തമിഴ്നാട് പോലുള്ള കുറേ സ്ഥലങ്ങളിൽ ഇത് വിജയിച്ചിരുന്നു. ഇപ്പം നമുക്കറിയാം 1 മാസം സ്ത്രീകൾക്കുള്ള ഒരുപാട് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് 3000-4000 രൂപ പണ്ടൊക്കെ ബസ്സിന് പോയിരുന്നത് ഇപ്പോൾ ഒരുപാട് ലാഭം വന്നിട്ടുണ്ട്. അതുപോലെ ഇനി പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് ഹെവി ലോഡിങ്, അതായത് ഗവി പോലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നതനുസരിച്ചുള്ള ബസ്സിൽ തിരക്കും കൂടുന്നുണ്ട്. അതിനും ഇപ്പോൾ ഗതാഗത മന്ത്രി ഒരു പ്രതിവിധിയും കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരു അലേർട്ട് പ്രസ് ചെയ്യാനുള്ളൊരു സംവിധാനം കൊണ്ടുവരുമെന്ന് പറയുന്നത്. അതും ഒരു വലിയ വികസനം തന്നെയല്ലേ ഈ ട്രാൻസ്പോർട്ട് മേഖലയിൽ? ഇതിനെ വികസനം എന്ന് പറയുന്നതല്ല, ഒരു മുന്നൊരുക്കം എന്നാണ്. അതായത് സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടത്തെ മുൻകണ്ട് അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അപകടം ഇല്ലാതാകാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്ന് വേണം പറയാൻ. പിന്നെ ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി വന്നതിൻ്റെ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നിരുന്ന പരാതികളായിരുന്നു ഈ മലബാർ മേഖലയിലും അല്ലെങ്കിൽ ഇതുപോലെ അർബനായിട്ടുള്ള ഏരിയകളിലൊന്നും വേണ്ടത്ര സർവീസുകൾ ബസ്സുകൾ നടത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്വത്തര നടപടികൾ ഈ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നാണ് അവസാനം വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടുവഴികളുണ്ടല്ലോ, നാട്ടുവഴികളിൽ ഇതുപോലെ കൂടുതൽ സർവീസുകൾ തുടങ്ങാൻ ഇടയായാൽ ഈ ഒരു പദ്ധതി ഇനിയും വിജയിച്ചേക്കാം. കാരണം ഇപ്പോൾ നമ്മുടെ വീടുകളിലുള്ള അമ്മമാരാവട്ടെ അല്ലെങ്കിൽ ചെറിയ ജോലിക്ക് പോകുന്ന സ്ത്രീകളാകട്ടെ, ഇവർക്കെല്ലാം ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് ഈ വണ്ടിക്കാശെങ്കിലും ഒരു തുക നീക്കി വെക്കാം. അപ്പം ആ ഒരു തുക ഇവർ മിച്ചം പിടിക്കുകയാണെങ്കിൽ ഇവർക്കൊരു ഭാവിയിലേക്കുള്ളൊരു സേവിങ്സ് എന്ന നിലയിലേക്കാവും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ റോറോ ഉദ്ഘാടനത്തിനിടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഇതുപോലെ ഒരു വാഹനത്തിൻ്റെ ചിലവുകൾ കഴിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്നും മിച്ചം പിടിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തിന് വേണ്ടി ചിലവഴിക്കൂ, അതിനുവേണ്ടി ഒരു പിങ്ക് ചിട്ടി എന്ന രീതിയിലൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ അത് അനുസരിച്ച് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ എല്ലാ വീടുകൾക്കും ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നൊരു ഒരു മുക്തി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതിനെ എതിർക്കാനും ഇതിനെതിരെയും വന്നിട്ടുണ്ട്.
ഒരുപാട് പേരല്ല, പ്രതിപക്ഷത്തുള്ളവരായിരുന്നു കൂടുതൽ വരുമെന്ന്. പിന്നെ വന്നിരുന്നതാണ് പ്രൈവറ്റ് ബസ് ജീവനക്കാർ. അവർക്ക് സ്ത്രീജനങ്ങളുടെ യാത്രയിൽ ഒരുപാട് കുറവ് വന്നു, ഒരുപാട് ബസ് പൂട്ടിപ്പോകേണ്ടി വന്നു എന്ന് അതിലും CP ജോൺ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അതിനും വേണ്ട പ്രതിവിധികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 അംഗ സംഘത്തെ ഇതിനു വേണ്ടി ഭരണസമിതി അല്ലെങ്കിൽ ഇതിനെ അന്വേഷിക്കാനും ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾക്കും വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പം അതും പ്രൈവറ്റ് ബസ്സിനും ഇപ്പോൾ ഒരു ഉപകാരമായിരിക്കും ഇതുകൂടെ. ഇത് പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കത്തിൽ, അതായത് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത് മുതൽ ജൂൺ 1 മുതലാണെന്ന് തോന്നുന്നു, അന്ന് മുതൽ മഹിളാ മോർച്ചയുടെ വക പ്രതിഷേധമുണ്ടായത് നമ്മൾ കണ്ടതാണ്. അതായത് എല്ലാ ബസ്സുകളിലും ഞങ്ങൾക്ക് ഫാസ്റ്റ് പാസഞ്ചർ കയറി ഞങ്ങൾക്ക് ഫ്രീ സർവീസ് അല്ലെങ്കിൽ ഫ്രീ ട്രാവൽ വേണമെന്ന് ബഹളം മുഴക്കിയ സ്ത്രീകളെ അല്ലെങ്കിൽ ആ ഒരു മഹിളാ മോർച്ചകളെ നമ്മൾ കണ്ടതാണ്. പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സിറ്റി ബസ്സുകൾ, അതായത് കൂടുതൽ ബസ്സുകളെ പ്രിയദർശിനി ബസ്സുകളിൽ നിന്ന് ഒഴിവാക്കി സിറ്റി ബസ്സുകളാക്കി എന്നുള്ള ഒരു ആരോപണം കണ്ടു. ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള ന്യായീകരണം തന്നു തന്നെയാണ്, അല്ലെങ്കിൽ വ്യക്തമായ വിശദീകരണം തന്നു തന്നെയാണ് ഈ ഒരു മാസത്തോളം ഈ ഒരു പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ സമരവും മറ്റു കാര്യങ്ങളും എല്ലാം. അവരെ ഒരു കാരണവശാലും മാറ്റി നിർത്തേണ്ടതല്ല, ഒരിക്കലും മാറ്റി നിർത്തേണ്ടവരല്ല ഈ ഒരു പ്രൈവറ്റ് ബസ്. അവരും ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. അവരും ടാക്സ് കൊടുത്തും അല്ലെങ്കിൽ അവരും ഇതുപോലെ റോഡ് കരം എല്ലാം ആണ് ഇവർ പെർമിറ്റും കാര്യങ്ങളും എല്ലാം എടുത്താണ് അവരും യാത്രയൊക്കെ ചെയ്യുന്നത്. എങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില പ്രവൃത്തികൾ തിരിച്ച് സമൂഹത്തിന് ഇവരോടുള്ള ഒരു ശത്രു അല്ലെങ്കിൽ ഇവരോട് താല്പര്യമില്ലായ്മ വരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യയാത്ര തുടങ്ങിയപ്പോൾ ഇവർ പുരുഷന്മാർക്ക് വേണ്ടി സൗജന്യയാത്ര നടത്തുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടിക്കറ്റിനൊപ്പം നമ്മുടെ ഈ അച്ചപ്പം കുഴലപ്പം പോലുള്ള അങ്ങനെ ഒരുപാട് പ്രതിഷേധ മുറകൾ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ റോഡ് നിയമങ്ങളോ അല്ലെങ്കിൽ പെർമിറ്റോ അല്ലെങ്കിൽ മറ്റ് നിയമന ലംഘനങ്ങളോ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സർവീസ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം നമ്മൾ ദിവസവും കാണുന്നതാണ് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ തൊഴിലാളികളും അല്ലെങ്കിൽ ആ ബസ്സുകളുടെ തമ്മിലുള്ള മത്സരവട്ടവും എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തിയാൽ അല്ലെങ്കിൽ ഈ ഒരു സമീപനത്തിൽ നിന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പിന്മാറിയാൽ, അതായത് വരുന്ന ജീവനക്കാരോട് കുറച്ചധികം സാമാന്യ മര്യാദയ്ക്ക് പെരുമാറിയാൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു വിരക്തി അത് പോയി കിട്ടി. നിങ്ങൾക്കുള്ള ഒരു സ്ഥിരം ട്രാവലേഴ്സ് ഉണ്ടല്ലോ, ഒരു യാത്രക്കാരുണ്ടല്ലോ, അവർ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. അല്ലാതെ പെട്ടെന്നൊരു ദിവസം KSRTCയിൽ ഒരു പദ്ധതി കണ്ടുകൊണ്ട് മാത്രം എടുത്തുചാടി പോയതല്ല ഇവരാരും. ഇപ്പോൾ ഇതിനു മുമ്പെല്ലാം നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നതാണ്. അതായത് കണ്ടക്ടർ വക മർദ്ദനം അല്ലെങ്കിൽ ബസ് ഡ്രൈവറുടെ വക അസഭ്യം പറച്ചിൽ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് ഈ ഒരു പ്രിയദർശിനി ബസ്സിന്റെ ഇതുപോലെ ഒരു വലിയൊരു പദ്ധതി വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരു ബദലായി KSRTC വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അവരൊരു പൊതുമേഖല യാത്രാ സംവിധാനമേ തിരഞ്ഞെടുക്കുക. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവരെ ഒരു കാരണവശാലും ഒഴിവാക്കി നിർത്തേണ്ട കൂട്ടരല്ല എന്ന് മന്ത്രി വരെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഉൾപ്പെടുത്തിയുള്ള ഒരു വിപുലീകരമായുള്ള ഒരു പാക്കേജ് ഈ പ്രിയദർശിനി വഴി വരികയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഭാവിയിൽ പുരുഷന്മാർക്കും ഇതുപോലൊരു സൗജന്യ യാത്ര നൽകാനും സാധ്യതയുണ്ടാവും.